എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ കേരളം നടപ്പാക്കാതിരിക്കാൻ പോകുന്നത്? അത് കേരളം വിചാരിച്ചാൽ പോലും നടപ്പാക്കാൻ പറ്റില്ല. അല്ല, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറയാണ്, ഞാനിനി 500 രൂപയുടെ നോട്ട് അടിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് വെച്ചോ. അതിനെന്താ അർത്ഥം? അങ്ങേര് വിചാരിച്ചാൽ പോലും 500 രൂപയുടെ നോട്ട് അടിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് പൗരത്വം. ഈ പിണറായി വിചാരിച്ചാൽ പോലും പൗരത്വം കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇയാളുടെ ഡൊമൈനല്ല എന്നത് കേന്ദ്ര സർക്കാരല്ലേ പൗരത്വം കൊടുക്കുകയോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഇയാൾക്ക് എന്താ അതിനകത്ത് കാര്യം? ഇത് ഈ പറയുന്ന പോലെ ഫൂളിഷ്നെസ്സേ ഉള്ളൂ. നാളെ മുതൽ കേരളം നോട്ടടിക്കില്ല, വേണ്ട. ഇത് ഈ പൊട്ടത്തരത്തിന് ഒരു ലിമിറ്റ് വേണ്ടേ? അല്ല, വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇത് പൊട്ടത്തരാണെന്ന് പിണറായിക്ക് മനസ്സിലാവുന്നില്ലേ? അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. അയാൾ ധരിക്കുന്നത് നാട്ടിലെ ബാക്കിയുള്ളവർ പൊട്ടന്മാരാണെന്നാണ്. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ട്. ഇവരാരും ഇത് പച്ച പ്ലെയിനായിട്ട് പറയാറില്ല. ആര്? ഈ പറഞ്ഞ BJP ഗ്രൂപ്പ് അടക്കം. ഞാൻ കഴിഞ്ഞ CAA ആൻറ്റി CAA ബഹളം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മിണ്ടാനുണ്ടായിരുന്നില്ല. 3-4 മാസം കഴിഞ്ഞാണ് മൊത്തം BJP വാസ്തവത്തിൽ BJP അല്ല, സംഘപരിവാറാണ് ഇതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത്. BJPക്ക് അന്നും ഇത് പറയാൻ എന്തോ പേടിയാണ്. ആരിഫ് മുഹമ്മദ് ഖാനാണ് അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിന്ന മനുഷ്യൻ, ഏറ്റവും മുമ്പിൽ. അദ്ദേഹം രാജ്ഭവൻ മലർക്കെ തുറന്നിട്ടിട്ട് പറഞ്ഞു, ഈ CAA നിയമത്തെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുള്ളവർ, പ്രതിഷേധമുള്ളവർ നേരെ രാജ്ഭവനിലേക്ക് വരിക, ഞാനവരെ സ്വീകരിക്കും. പാളയം ഇമാം അബ്ദുൽ ഗഫാർ മൗലവിയോ അങ്ങേരടക്കം ഒരു 6 പേര് വള്ളക്കടവിൽ നിന്ന് ഭീമാപ്പള്ളിയിൽ നിന്നൊക്കെ തലക്കെട്ട് കയറി പോയി. ഗവർണറെ കണ്ടു, ചായ കുടിച്ചു, 3/4 മണിക്കൂർ തന്നെ സംസാരിച്ചു. അവർ കൺവിൻസ്ഡായി സന്തോഷമായിട്ട് ഇറങ്ങിപ്പോയി. ഒറ്റ ഒരുത്തിന് ധൈര്യമില്ല ഗവർണറെ ഫേസ് ചെയ്യാൻ. ഗവർണർ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, മഹാത്മാഗാന്ധി കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കുമോ? ജവഹർലാൽ നെഹ്റു കൊടുത്ത വാക്ക്, മൗലാന അബ്ദുൽ കലാം ആസാദ് കൊടുത്ത വാക്ക്, ഈ വാക്ക് പാലിക്കണമെങ്കിൽ ഈ നിയമം നടപ്പിലാക്കിയേ പറ്റൂ. അന്നു മുതൽ ഇവർ അഭയാർത്ഥികളായിട്ട് കിടക്കുകയാണ്. 1947, 46, 47, 48 നടന്ന പാർട്ടീഷൻ ലഹളയിൽ ആരായിരുന്നു രക്തസാക്ഷികൾ? ആരായിരുന്നു അഭയാർത്ഥികൾ? ഭാരതത്തിൽ വന്നവർ മുസ്ലിങ്ങളായിരുന്നോ? അല്ലല്ലോ. ഒരൊറ്റ മുസ്ലിം എന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയവരുണ്ട്, ഇവിടെ തന്നെ നിന്നവരുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരില്ല. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവർ ഹിന്ദുക്കളും സിഖുകാരുമായിരുന്നു മെയിൻ. കുറച്ച് ക്രിസ്ത്യാനികൾ, അവരുടെ എണ്ണം അന്നും കുറവാണ്, ഇന്നും കുറവാണ്. ഇവർക്ക് പൗരത്വം കൊടുക്കുന്ന ബില്ലാണിത്. 2014 ഓഗസ്റ്റ് 31 മുമ്പ് വന്നവരിൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബൗദ്ധ, ജൈൻ ഈ വിഭാഗക്കാർക്ക് മുൻഗണന. മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നല്ല, ഇവർക്ക് മുൻഗണന. 6 വർഷം സാധാരണഗതിയിൽ 5 വർഷം ഇവർ ഓർഡിനറി റെസിഡൻ്റ് ആവാനായിട്ട് 5 വർഷം താമസിക്കണം. പിന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ തീരുമ്പോൾ ഇവർ 6 വർഷം കൊണ്ട് പൗരത്വം കിട്ടും. അതല്ലാതെ സുഖിച്ച് താമസിക്കാൻ വന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. കാരണം അവിടത്തേക്കാൾ നല്ല കച്ചവടമാണ് ഇവിടെ, സമാധാന അന്തരീക്ഷമാണ്, ഹിന്ദുവിൻ്റെ മെക്കിട്ടും കയറാം. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടുവന്ന മുസ്ലിങ്ങളുണ്ട്. അവർക്കും കൊടുക്കും പൗരത്വം. 10 വർഷം ഇവിടെ താമസിക്കണം. അല്ല, അത് 3 വർഷം ഇവിടെ താമസിക്കും, കുറച്ച് കാശുണ്ടാക്കിയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് 4 പെണ്ണ് കെട്ടും, 8 പെണ്ണ് കെട്ടും, പിന്നെ തിരിച്ചിവിടെ വരും. ഈ കളി കളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പൗരത്വം കൊടുക്കില്ല. ശരി, പണ്ടാറടങ്ങാനായിട്ട് ഇവിടെ വന്നു, ഇവിടെ തന്നെ താമസിക്കുന്നു, 10 വർഷമായി, അവർക്ക് പൗരത്വം കൊടുക്കും. 11-ാം വർഷം അവരുടെ ഇപ്പോൾ ഒരുപാട് പേരുടെ 11 വർഷം കഴിഞ്ഞു. ആദ്യം കൊടുക്കുന്നത് ഇവർക്കാണ്, അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അതുപോലും പറ്റില്ല, അവർക്ക് മുൻഗണന കൊടുക്കണം. കാരണം അവർ സുഖിക്കാൻ വന്നതാണ് ഇവിടെ, പെണ്ണ് കിട്ടാൻ വന്നതാണ് ഇവിടെ, കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കാൻ വന്നതാണ് ഇവിടെ. ആ മേത്തിന് സേവ ചെയ്യാനാണ് പിണറായി വിജയൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നടപ്പാക്കില്ല എന്ന് പറയാം. ആർക്ക് വേണമേ തന്നെ നടപ്പാക്കൽ? താൻ വിചാരിച്ചാൽ പോലും ഇവിടെ ഒരു ചുക്കും നടക്കില്ല. താൻ ആരാന്നത് എൻ്റെ വിചാരം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം നോക്ക്. അവർ പറഞ്ഞു, ഞങ്ങൾ കോടതിയെ സമീപിക്കും. റൈറ്റ്, നിങ്ങൾക്കൊരു ഗ്രീവൻസ് കോടതിയെ സമീപിക്കും. 250 പെറ്റീഷനാണ് ഈ CAAക്കെതിരെ
കോടതിയിലുള്ളത്. 250 പെറ്റീഷൻ കോടതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ ചട്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിയമം 2019 പാസ്സാക്കിയതാണ്. ചട്ടം ഇപ്പോൾ പുറത്തിറങ്ങി. ചട്ടം പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമത്തിൻ്റെ ചട്ടം നോട്ടിഫൈ ചെയ്താൽ മതി. നോട്ടിഫൈ ചെയ്യുമ്പോൾ ഇത് നിലവിൽ വരും. ആകെ എന്താണ്, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു. ചട്ടം എന്ന് വെച്ചാൽ എന്താ, പൗരത്വം കൊടുക്കും. ആര് കൊടുക്കും? ആളാരാ? ജില്ലാ കളക്ടറാണോ, തഹസിൽദാരാണോ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ? ഇതൊക്കെയാണ് ചോദ്യം. ആര് വെരിഫൈ ചെയ്യും ഈ കടലാസുകൾ? ഏത് ഓഫീസിൽ ചെല്ലണം? എന്താ അതിൻ്റെ പ്രൊസീജിയർ? ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് ചട്ടം. അതിൻ്റെ കൂടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഇതെല്ലാം. ഇപ്പം അതെല്ലാം കൂടെ അവർ സിംപ്ലിഫൈ ചെയ്തിട്ട് ഓൺലൈനാക്കി, ഓൺലൈനിൽ നിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷ കൊടുക്കാം. ഈ പറഞ്ഞ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും. ഇവിടെ മറ്റേ വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്, ടാഗോർ എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവിടെ മനുഷ്യന് തല പൊക്കി നിൽക്കാമോ, അതാണ് എൻ്റെ രാജ്യം, ഇതൊക്കെ കവിക്ക് എഴുതാൻ കൊള്ളാം. ഗീതാഞ്ജലി. ഒരു രാഷ്ട്രത്തിന് അത് അനുകരിക്കാൻ പറ്റില്ല. അതിരുകളില്ലാത്ത ലോകം, ഈ അതിരുകളില്ലാത്ത ലോകം എന്നും പറഞ്ഞ് ഇയാൾ എഴുതുന്നുണ്ടല്ലോ. 12 അടി പൊക്കമുള്ള 4 മതിൽ ചുറ്റും, അതിനുള്ളിൽ 10-12 പട്ടികയും അതിനെ അഴിച്ചു വിട്ടുകൊണ്ടാണ് അതിരുകളില്ലാത്ത ലോകം പടയ്ക്കുന്നത്. അതിരുള്ളത് കൊണ്ടാണ്, അതിരിൽ പട്ടാളക്കാരുള്ളത് കൊണ്ടാണ് ഈ തെമ്മാടിത്തര എഴുതാൻ കവിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതാ കവിയും മനസ്സിലാക്കണം. അയാളെ ചില വരികൾ മാത്രം എടുത്ത് ഉദ്ധരിച്ചിട്ട് ടാഗോർ ഇങ്ങനെ പറഞ്ഞു, വൈലോപ്പള്ളി പറഞ്ഞു, എടശ്ശേരി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചിട്ടാണെന്നിട്ട് കാര്യമില്ല. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത്. അല്ല, അത് നമുക്ക് ഉറക്കമില്ലാതെ വരും, അരാജകത്വമായിരിക്കും. ഇതുപോലെ രാജ്യത്തെ പൗരന്മാരാരാണ് എന്ന് അറിയാൻ രാജ്യത്തിന് അവകാശമുണ്ട്. ഇപ്പോൾ സുനിൽ കേട്ടിട്ടില്ലേ, എല്ലാവർക്കും കുടിവെള്ളം വേണമല്ലോ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ആരാ? എല്ലാവരും എന്ന് വെച്ചാൽ എത്രയുണ്ട്? 10 ലക്ഷം, 1 കോടി, 1.5 കോടി, എത്രയാണ്? എല്ലാവർക്കും വെള്ളം കൊടുക്ക്. എത്ര വെള്ളം വേണം? എവിടെയുണ്ട് വെള്ളം? കണക്ക് വേണ്ടേ? ഇതിനാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR. പോപ്പുലേഷൻ, ജനസംഖ്യ. ഇപ്പോൾ എറണാകുളത്തെ നമ്മൾ ജനസംഖ്യ എടുക്കുന്നു. എറണാകുളത്ത് വെള്ളം കൊടുക്കണം, വൈദ്യുതി കൊടുക്കണം, ഗ്യാസ് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. ഇതിന് എറണാകുളത്തിൻ്റെ പോപ്പുലേഷൻ അറിഞ്ഞിരിക്കണ്ടേ ജില്ലാ കളക്ടർക്ക്? എങ്കിലല്ലേ എത്ര വെള്ളം, എവിടെയൊക്കെ വെള്ളം ഉള്ള സ്ഥലം ഏതാ, വെള്ളം കൂടുതലുള്ള സ്ഥലം ഏതാ, കുറവുള്ളത് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ കോട്ടയത്തു നിന്ന് വന്നു പോകുന്നവരുണ്ട്. രാവിലെ വരും, വൈകുന്നേരം തിരിച്ചു പോകും. തൃശ്ശൂരിൽ നിന്ന് വന്നു പോകുന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്നു പോകുന്നവരുണ്ട്. പകൽ സമയത്ത് അവർക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കണം, വൈകുന്നേരമായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണ്ട. അപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നവർ, എറണാകുളത്ത് വന്നു പോകുന്നവർ, ശ്രീലങ്കയിൽ നിന്ന് 2 വർഷത്തെ കോഴ്സ് ക്യൂസാറ്റിൽ ചെയ്യാൻ വന്ന പിള്ളേരുണ്ട്. അങ്ങനെ പല കോളേജും സംഗതിയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു 350 പേര് അവരുണ്ട്. 2 വർഷത്തേക്ക് അവരുണ്ടാകും, 2 വർഷം കഴിഞ്ഞാൽ അവരില്ല. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തുകാരെ എത്രയുണ്ടെന്നറിയണം. പുറത്തുനിന്ന് വന്നു പോകുന്നവരെത്ര, പുറത്തുനിന്ന് താൽക്കാലികമായിട്ട് താമസിക്കുന്നവരെത്ര, ഇതറിയണം. ഇതിനാണ് നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ. എറണാകുളത്തുകാരെത്ര, മൊത്തം എത്രയെന്നറിയാൻ പോപ്പുലേഷൻ രജിസ്റ്റർ, എറണാകുളത്തുകാരെത്രയെന്നറിയാൻ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ കണക്കെടുക്കാതെ നിങ്ങൾക്ക് റിസോഴ്സസ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? ചുമ്മാ മോദിയെ എതിർക്കാൻ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാണ്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിം മാത്രം ആയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഈ നാട്ട്. VD സതീശനും ബഹളം വയ്ക്കുന്നു, പിണറായി വിജയനും ബഹളം വയ്ക്കുന്നു. എടാ, ഇത് ആരുടെ നാടാ? മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ള നാടാണോ? എന്നാൽ ബാക്കിയുള്ളവർ മുഴുവൻ അറുത്ത് തള്ളാനായിട്ട് ഏർപ്പാട് ചെയ്യും. ഇവിടെ ക്രിസ്ത്യാനിക്ക് ജീവിക്കണോ, ഹിന്ദുവിന് ജീവിക്കണോ? ഈ 2 വാക്ക് ഈ ചെറ്റകളുടെ വായിൽ നിന്ന് സുനിൽ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ കേട്ടിട്ടില്ലല്ലോ. ഹിന്ദു എന്നുള്ള വാക്ക് തെറുവാക്കായിട്ട് മാറി കേരളത്തിൽ. അത് ചെയ്തത് പിണറായി വിജയനും കൂട്ടരും VD സതീശനും VT ബലറാമും ഇതുപോലെയുള്ള തെമ്മാടികളാണ്. ഞാൻ ധൈര്യമായിട്ട് അവരെ തെമ്മാടികളെന്ന് വിളിക്കും. കാരണം ലെജിറ്റിമേറ്റായ കേരളത്തിലെ ഒരു പൗരനായ എന്നെ പരിഗണിക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് മുസ്ലിങ്ങൾ മാത്രം മതി. ഏത് മുസ്ലിം? തലക്കെട്ടും താടിയും ഉള്ളവൻ, മീശയില്ലാതെ താടി വയ്ക്കുന്നവൻ, ഇങ്ങനത്തെ മുസ്ലിമിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഇവൻ 10 വോട്ടിന് വേണ്ടിയിട്ട്. അവൻ വോട്ട് ചെയ്യുകയില്ല. നോക്കിക്കോ എത്താണ് സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിം സമുദായം ഈ കള്ളത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തെല്ലാം കള്ളത്തരമാണ് മുസ്ലിങ്ങളുടെ പേരിൽ ഇവർ അടിച്ചിറക്കുന്നത്.
മുസ്ലിങ്ങളെ മുഴുവൻ കപ്പലിൽ കയറ്റി കൊണ്ടുപോകാൻ എത്ര കപ്പലിൽ പോയി മുസ്ലിങ്ങൾ CAA നിയമം പാസ്സായതിനു ശേഷം? പക്ഷേ ഇവിടെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചില സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശികൾ ഒരുപാടുണ്ട്, ആസാമിലുണ്ട്. അവിടെയൊക്കെ കണക്കെടുത്തപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ഒരു വലിയ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ടെത്തിയിട്ടുണ്ട്. ആസാമിലാണ് ഗുരുതരമായ പ്രശ്നം ഉണ്ടായത്. വന്നപ്പോൾ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ് എന്ന് കണ്ടെത്തി. രണ്ടാമത് വീണ്ടും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പൗരന്മാരല്ലാതെ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയാൽ അവരെ എന്ത് ചെയ്യും? ഡീപ്പോർട്ട് ചെയ്യും. എവിടേക്ക് ഡീപ്പോർട്ട് ചെയ്യും? അവരവരുടെ രാജ്യത്തേക്ക്. ഇത് തുറന്നിട്ടിരിക്കുന്ന ഒരു സത്രമല്ല ഇന്ത്യ, അതാദ്യം മനസ്സിലാക്കുക. ലോകത്തൊരു രാജ്യവും അങ്ങനെ തുറന്നിട്ടിട്ടില്ല. സുനിലിന് ജീവിക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് അമേരിക്കയിലേക്ക് ചെന്ന് നോക്കി കയറ്റില്ല. അവിടെ ഇംഗ്ലണ്ടിലേക്ക് പോയി കയറ്റില്ല, ആരും കയറ്റില്ല. എന്ന് നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിങ്ങൾക്ക് നിലനിൽപ്പില്ല, അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങോട്ട് വരികയാണ്, കാരണം ഇവിടെ സ്വസ്ഥതയുണ്ട്, എന്നിട്ട് അവിടുത്തെ സ്വസ്ഥത കെടുത്തുക. ഇതൊന്നും ഒരു നാട്ടിലും സംബന്ധിച്ച കാര്യമല്ല. മനുഷ്യാവകാശ പ്രവർത്തകർ കൂടിയായ ഇടതുപക്ഷക്കാർ പറയുന്നത് എല്ലാ രാജ്യത്തിൻ്റെയും നയമാണ് അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നുള്ളത്. ഇന്ത്യ ചെയ്യാതിരിക്കുന്നത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന നയം തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതിലും വലിയ മനുഷ്യാവകാശ പ്രവർത്തകനൊന്നും ഇല്ലല്ലോ ഇടതുപക്ഷത്തുണ്ടോ? അതിലും വലിയ ആളുണ്ടോ? മഹാത്മാഗാന്ധി ഹിന്ദുക്കളോടും സിഖുകാരോടുമാണ് പറഞ്ഞത് പ്രാർത്ഥനാ യോഗത്തിൽ 1948. 47 48 ജാനുവരിയിൽ അദ്ദേഹം മരിച്ചല്ലോ, 47 സെപ്റ്റംബർ മറ്റോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകാം, നിങ്ങളെ ഞാൻ സ്വന്തം സഹോദരന്മാരായിട്ട് പൗരന്മാരായിട്ട് ഇവിടെ താമസിപ്പിക്കുമെന്ന്. അത് താമസിപ്പിക്കാൻ നോക്കിയാൽ പറ്റില്ല. മുസ്ലിമിനെ ആദ്യം താമസിപ്പിക്കണം. അപ്പോൾ അതാണ് പ്രശ്നം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഉള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും റോഹിംഗ്യ ബർമയിൽ നിന്നുള്ള റോഹിംഗ്യയെ താമസിപ്പിക്കണം ആദ്യം. അതെ, ഇവർ ഞാൻ ഇടതുപക്ഷക്കാരെ ഞാൻ വെല്ലുവിളിക്കണം, നിങ്ങളുടെ പ്രിയോറിറ്റി ലിസ്റ്റ് തന്നെ. ആ പ്രിയോറിറ്റിയിൽ ഫസ്റ്റ് റോഹിംഗ്യ മുസ്ലിം ആയിരിക്കും. അതെ, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, നമ്മുടെ പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്യുന്നവൻ, ഇവിടെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവൻ, ഈ വക ചെറ്റകൾക്ക് ആദ്യം പൗരത്വം കൊടുക്കണം എന്നാണ് പിണറായി വിജയൻ്റെ ആഗ്രഹം. അത് നടക്കാൻ പോകുന്നില്ല ഈ രാജ്യത്ത്. ഈ രാജ്യത്ത് ഞാൻ പറയാം, ചോരപ്പുഴ ഒഴുകണമെങ്കിൽ ഒരു തവണ അത് ഒഴുകട്ടെ. ചില കാര്യങ്ങൾ ചോര ഒഴുകിയേ തീരുള്ളെങ്കിൽ അങ്ങനെ തന്നെ തീരും. പേടിപ്പിക്കരുത്, ആരെയും പേടിപ്പിക്കരുത്. ഇസ്ലാമിനെ കാണിച്ച് പിണറായി വിജയൻ ഈ പേടിപ്പിക്കലുണ്ടല്ലോ, ഇത് നിർത്തണം. പിണറായി വിജയൻ വിചാരിക്കുന്ന അധികാരം ആ മനുഷ്യനില്ല. അങ്ങേര് 10ാം നമ്പർ മുഖ്യമന്ത്രിയാണ്, 10ാം നമ്പർ. ഹി ജസ്റ്റ് കനോട്ട് ഡു എനിത്തിങ്. ലെറ്റ് മീ സീ. തെരുവിൽ കാണിച്ചു തരാം, തെരുവിൽ കാണിച്ച് ഇറങ്ങട്ടെ പിണറായി വിജയൻ്റെ ആൾക്കാർ തെരുവിൽ. കലാപം ഉണ്ടാവും. കലാപത്തെ കാണിച്ച് ഭയപ്പെടുത്തേണ്ട, കലാപത്തെ കാണിച്ച് ഹിന്ദുവിനെ ഭീഷണിപ്പെടുത്തുന്ന കാലം കഴിഞ്ഞു, ക്രിസ്ത്യാനിയെ ഭീഷണിപ്പെടുത്തുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കാശും അച്ചാരവും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി. ക്ലിഫ് ഹൗസിൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ അറിയും, വിവരം അറിയും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിഭാഗീയത ഉണ്ടാക്കുകയാണ്. വിഭാഗീയത ഉണ്ടാവട്ടെ. അതെന്താ വിഭാഗീയത? പിണറായി വിജയൻ വിഭാഗീയതയുടെ ആളല്ലേ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷമല്ലേ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനം? അത് വിഭാഗീയതയല്ലേ? നിങ്ങൾക്ക് വിഭാഗീയതയാകാൻ ഞങ്ങൾക്ക് പാടില്ലേ? എന്തുകൊണ്ട് പാടില്ല? ഞങ്ങളും വിഭാഗീയത ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. ലെറ്റ് us see what is happening. ജയിക്കാനുള്ള ഞാൻ പറയുന്നത് പോളറൈസേഷൻ ഈസ് നത്തിങ് റോങ് ഇൻ പൊളിറ്റിക്സ്. എവരിബഡി പ്ലേസ് ദാറ്റ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്താ? കാഫിർ അല്ലാത്തവൻ മുസ്ലിം, കാഫിറും മുസ്ലിമും. പോളറൈസേഷൻ അല്ലേ? ക്രിസ്ത്യാനികളുടെ എന്താ? ബിലീവർ ഹെററ്റിക്, വിശ്വാസി അവിശ്വാസി. ക്രിസ്ത്യാനിയുടെ പോളറൈസേഷൻ അല്ലേ? ഹിന്ദുക്കൾ തൊഴിലാളി മുതലാളി, കമ്മ്യൂണിസം മതത്തിൻ്റെ പോളറൈസേഷൻ. ഹിന്ദുക്കൾക്ക് മാത്രമാണ് പോളറൈസേഷൻ ഇല്ലാത്തത്. നൗ ലെറ്റ് us സ്റ്റാർട്ട് ദാറ്റ് പോളറൈസേഷൻ ഓൾസോ. ലോകത്ത് എല്ലാ പോളറൈസേഷനും ആകാൻ എനിക്ക് മാത്രം പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഐ ആം ഓൾസോ ഗോയിങ് ടു പോളറൈസ്. സോ ബ്ലഡി വാട്ട്, ഡു വാട്ട് എവർ യു വാണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഡൽഹിയിലും മറ്റു പ്രാന്തപ്രദേശങ്ങളിലോ തെരുവിൽ കിടക്കുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനിക്കും പൗരത്വം കൊടുക്കുന്നതിന് മാത്രമാണ് ഈ ബഹളം. അത് കൊടുക്കുന്നതിലാണ് ഇവരുടെ പ്രതിഷേധം. അത് കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും. ലെറ്റ് ദം ഡു എ സെക്കൻഡ് ഷഹീൻ ബാഗ്. ലെറ്റ് us see. ഏതായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.